ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്ന് തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ വരുന്ന ഡേയ്സിൽ നല്ല മൊമെൻ്റം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വലിച്ചു നീട്ടാതെ തന്നെ കമ്പനിയുടെ പേര് നമുക്ക് ആദ്യമായിട്ട് പറയാം. കമ്പനിയുടെ പേര് വാറി എനർജീസ് എന്നാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിനെ ടെക്നിക്കലി ഒന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ ഈ കമ്പനിയുടെ ബിസിനസ് എന്താണ്, ഈ കമ്പനി എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രീനറിലേക്ക് പോകുവാണ്. വാറി എനർജീസ് എന്ന കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 2971 ആണ്. ആൻഡ് ഇതിൻ്റെ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 85,358 crore. ഇവർ ഇൻകോപ്പറേറ്റ് ചെയ്യപ്പെട്ടത് 1990-ലാണ്. ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്താണ്? ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ സോളാർ PV മോഡ്യൂൾസിൻ്റെ മാനുഫാക്ചറിംഗ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ്. ഇവിടെ 12 GW മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഇവർക്കുണ്ട്. ഇവർക്ക് മെയിൻലി 5 മാനുഫാക്ചറിങ് കമ്പനീസാണ് ഇന്ത്യയിലുള്ളത്. അതെവിടേക്കാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇതിൻ്റെ കീ പോയിൻറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചാർട്ടിലേക്ക് പോകാം. അല്ലാതെ ഒരു ചാർട്ടിൽ നമ്മളൊരു കമ്പനിയെക്കുറിച്ച് പഠിക്കാതെ ജസ്റ്റ് ടെക്നിക്കലി മാത്രം നോക്കി പോകുന്നത് ഒരു മണ്ടത്തരമാണ്. അപ്പോൾ ജസ്റ്റ് കമ്പനിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമുക്ക് സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവരുടെ ബിസിനസ്സിൻ്റെ 21% എന്താ പറയുക, ഇന്ത്യയിലെ സോളാർ മാനുഫാക്ചറിങ്ങിൻ്റെ 21% ഡൊമസ്റ്റിക് മാർക്കറ്റും കൈകാര്യം ചെയ്യുന്നത് വാറി എനർജീസ് തന്നെയാണ്. അതായത് സോളാർ മോഡ്യൂൾസ് മാർക്കറ്റിൻ്റെ 21% വാറി എനർജീസിൻ്റെ കയ്യിൽ തന്നെയാണ്. ആൻഡ് 44% എക്സ്പോർട്ട്, അതായത് 44% എക്സ്പോർട്ടും ഇന്ത്യയിൽ നിന്ന് പോകുന്ന സോളാർ മോഡ്യൂൾസിൻ്റെ 44% എക്സ്പോർട്ടും വാറി എനർജീസിൻ്റെ ഭാഗത്തു നിന്നാണ് പോകുന്നത്. അപ്പോൾ അവർ മാർക്കറ്റ് ലീഡർ എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഇവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം സോളാർ PV മോഡൽസ് ആർ മാനുഫാക്ചർഡ് യൂസിങ് മൾട്ടി ക്രിസ്റ്റലൈൻ ആൻഡ് മോണോ ക്രിസ്റ്റലൈൻ ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ലൈക്ക് ടണൽ ഓക്സൈഡ് പാസിവേറ്റഡ് കോണ്ടാക്ട്. അത് ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നമ്മൾ വലുതായിട്ട് നമുക്ക് ട്രേഡേഴ്സിന് നമുക്ക് മനസ്സിലാവണമെന്നില്ല. സോ നമുക്ക് അവരുടെ പ്രൊഡക്റ്റ് റേഞ്ച് എന്താണെന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. മൾട്ടി ക്രിസ്റ്റലൈൻ മോഡ്യൂൾസ് ആൻഡ് മോണോ ക്രിസ്റ്റലൈൻ മോഡ്യൂൾസ് ആണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് റേഞ്ച്. ഇവർക്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ 5 സ്ഥലത്തുണ്ട്. അതിൽ ഒന്ന് ഗുജറാത്തിലെ സൂറത്തിലാണ്, ആൻഡ് പിന്നെ ടംബ്, നന്ദിഗ്രാം ആൻഡ് ചിക്ലി. പിന്നെ ഉത്തർപ്രദേശിലാണെങ്കിൽ ഇവർക്ക് നോയിഡയിലാണ് ഫെസിലിറ്റി ഉള്ളത്. ഇൻഡോ സോളാർ ഫെസിലിറ്റിയാണ് ഇവർക്കുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ പ്ലാന്റ് ചിക്ലിയിൽ ഗുജറാത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 9.66 GW ആണ്. ഇവിടെ മോണോ ക്രിസ്റ്റലൈൻ ആൻഡ് മൾട്ടി ക്രിസ്റ്റലൈൻ മോഡ്യൂൾസും പ്രൊഡക്ഷനിലുണ്ട്. പിന്നെ ഇവിടെ റവന്യൂ ബിഫ്യൂർക്കേഷൻ വായിക്കുകയാണെങ്കിൽ സോളാർ PV മോഡ്യൂൾസ് നിന്ന് 78%, സോളാർ EPC സർവീസസിൽ നിന്ന് 15% വരുന്നത്. എക്സ്പോർട്ട് സെയിൽസിൽ നിന്ന് 57.64% അവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അവിടെ ഇൻ്റർനാഷണൽ ബിസിനസ് എവിടെയൊക്കെയാണ് അവർക്കുള്ളതെന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ഇറ്റലി, ഹോങ്കോങ്, ടർക്കി പോലുള്ള രാജ്യങ്ങളിലേക്കാണ് ഇവർ ഇൻ്റർനാഷണൽ ബിസിനസ് ഇവർക്കുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട മാർക്കറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. USA ആണ് ഇവിടെ പ്രധാനപ്പെട്ട മാർക്കറ്റ്. അത് പറയുമ്പോൾ എത്ര ശതമാനമാണ്? 57% എക്സ്പോർട്ട് സെയിൽസും ഇവർക്ക് കിട്ടുന്നത് USA നിന്നാണ്. പിന്നെ അവർക്ക് ഹൂസ്റ്റൺ ടെക്സാസിൽ ഒരു പുതിയ പ്ലാന്റ് വരുന്നുണ്ട്. കാര്യം USA ഡിമാൻഡ് കാരണം അവിടെ ഒരു പ്ലാന്റ് അവർ നിർമ്മിച്ചതാണ്. പിന്നെ ഒഡീഷയിൽ ഒരു പ്ലാന്റ് അവർ ഓൺഗോയിങ് ആണ്. അത് 2027 കൂടി ഫുള്ളി ഓപ്പറേഷണൽ ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, 6 GW ഫെസിലിറ്റീസാണ് ഉള്ളത്. പിന്നെ ഇവിടെ കമ്പനിയുടെ ഇവിടെ കസ്റ്റമർ ബേസ് നമുക്ക് നോക്കാം കേട്ടോ. കമ്പനിയുടെ കസ്റ്റമർ ബേസ് നോക്കുകയാണെങ്കിൽ 566 കസ്റ്റമേഴ്സാണ് ഉള്ളത്. വലിയ വലിയ കമ്പനികളാണ് ഇവിടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത്. ആൻഡ് 33 ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സ് അവർക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട മനസ്സിലാക്കാൻ കാര്യം ഇവർ IPO വന്നപ്പോൾ ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. 4321 കോടിയാണ് അവർ IPO വഴി അവർ ശേഖരിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെയിൽസിൻ്റെ ഒരു പ്രോസും കൂടെ വായിച്ചിട്ട് പോവുകയാണെങ്കിൽ കമ്പനിക്ക് ഗുഡ് ക്വാർട്ടർ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ സെയിൽസ് നോക്കിയേ മാർച്ച് 2025 വന്ന റിപ്പോർട്ട് പ്രകാരം 4004 crore ആണ് ഇവരുടെ സെയിൽസ്. കഴിഞ്ഞ ഡിസംബറിനെക്കാട്ടി കൂടുതലാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 923 crore ആണ്, 722. കഴിഞ്ഞ ക്വാർട്ടറിനെക്കാട്ടിയൊക്കെ കൂടുതലാണ്. സാമാന്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പനിയുടെ ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ കൂടെ നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു കമ്പനിയിൽ സൂചിപ്പിച്ചിരുന്നു നല്ല മൊമെൻറ്റത്തിന് സാധ്യതയുണ്ടെന്ന്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കമ്പനി ഒരു IPO ബേസ്ഡ് സ്റ്റോക്കാണ് ഈ കമ്പനി. ആൻഡ് നമുക്ക് അതിൻ്റെ ഹൈ പോവുകയാണെങ്കിൽ 3763 ആണ്. ആൻഡ് എൻ്റെ ഡൗൺ സൈഡ് വന്ന് മാക്സിമം റേഞ്ച് 1847 ആണ്. ഈ കമ്പനി ഡൗൺ സൈഡ് വന്നപ്പോഴത്തേക്ക് എത്ര % ഇടിഞ്ഞു? മോസ്റ്റ്ലി ഒരു 50% ഇടിഞ്ഞ ശേഷം ഇതിൽ നടന്ന മൂവ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കണ്ടില്ലേ, ഡൗൺ സൈഡ് വന്ന ശേഷം എന്താ സംഭവിച്ചത്? ഒരു ബേസ് ഉണ്ടാക്കി. അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഡൗൺ സൈഡ് വന്നാൽ എന്ത് സംഭവിക്കണം? ഒരു ബേസ് ഉണ്ടാക്കണം. ആ ബേസിൽ നിന്നാണ് സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ബേസിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ സ്റ്റോക്ക് മോസ്റ്റ്ലി മൂവ് ചെയ്ത് 22% ആണ്. ആൻഡ്
ഈ ബേസിൽ നിന്ന് കണക്കാക്കുകയാണെങ്കിൽ ഇത്രയും ഡൗൺ സൈഡ് വന്ന ശേഷം സ്റ്റോക്ക് മോസ്റ്റ്ലി 68% താഴെ നിന്ന് കണക്കാക്കിയാൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ബേസ് ഉണ്ടാക്കിയ ശേഷം ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ആ ബ്രേക്ക് ഔട്ടിന് ശേഷം വീണ്ടും ഒരു ബേസ് ഉണ്ടാക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു സെറ്റപ്പിൻ്റെ പേരാണ് ബേസ് ഓൺ ബേസ് സെറ്റപ്പ് എന്ന് നമുക്ക് വിളിയാണെങ്കിൽ പറയാം. ഒരു ബേസ് ഉണ്ടാക്കി, ഒരു ബ്രേക്ക് ഔട്ട് തന്നു, വീണ്ടും അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബേസ് ഉണ്ടാക്കി. ആൻഡ് ബേസ് ഉണ്ടാക്കിയ ശേഷം എന്ത് സംഭവിച്ചു നിങ്ങൾ നോക്കിയേ. സ്റ്റോക്ക് നമുക്ക് സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ഒന്ന് മുകളിൽ പോയി റീടെസ്റ്റ് നടത്തി ആൻഡ് വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു, താഴെ വന്നു, വീണ്ടും മുകളിലോട്ട് പോയി റെസിസ്റ്റൻസ് എടുത്തു, താഴെ വന്നു. ആൻഡ് 2 ദിവസം മുന്നത്തെ മൂവ്മെൻറ്റ് നോക്കിയാൽ വലിയ ക്യാൻഡിൽ നോക്കിയാൽ ഈ ഒരു ബേസിൽ നിന്ന് നല്ല ഒരു മൂവ്മെൻറ്റ് സ്റ്റോക്ക്, അതായത് നമുക്കറിയാം ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്നതുകൊണ്ട് മിക്ക സ്റ്റോക്കുകളിലും ഒരു ഡൗൺ സൈഡ് ഉണ്ട്. ആൻഡ് ആ ഒരു സമയത്ത് തന്നെ ഈ സ്റ്റോക്ക് തന്നൊരു മൂവ്മെൻറ്റ് കണ്ടോ അല്ലേ? അപ്പോൾ വോളിയം ഡ്രൈ ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ബയേഴ്സ് ഉണ്ട് ആൻഡ് സെല്ലേഴ്സ് വോളിയം എക്സോസ്റ്റ് ആവുന്നുണ്ട്. കുറച്ച് സെല്ലിംഗ് വോളിയം കൂടെ ഈ സ്റ്റോക്കിനുണ്ട്, കണ്ടില്ലേ? നമ്മളിവിടുത്തെ വോളിയം നോക്കാൻ മനസ്സിലാക്കി. ഈ ഒരു വലിയ ഗ്രീൻ ബാറിന് ശേഷം ഉണ്ടായ 2 റെഡ് വോളിയം നമ്മളിവിടെ കണ്ടു. അപ്പോൾ 1-2 ദിവസം കൂടെ ഇതേപോലെ ഈ ഒരു ബേസിൽ നിന്ന് ഇതേപോലെ ചെറിയ ചെറിയ വോളിയത്തിൽ ഒരു ചെറിയ സെല്ലിംഗ് പ്രഷറോടെ നിന്ന ശേഷം ഒരു നല്ലൊരു മൂവ്മെൻറ്റ് ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് തരാൻ ഈ സ്റ്റോക്കിന് സാധ്യതയുണ്ട്. ഈ ഒരു സെക്ടർ തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റ് കമ്പനികൾ, അതായത് ഈ സെക്ടറിൽ പ്രവർത്തിക്കുന്ന മറ്റ് കമ്പനികൾ പരിശോധിച്ചാൽ പോലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ ഈ സ്റ്റോക്ക് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ 10-21 EMA എപ്പോഴും യൂസ് ചെയ്യാറുണ്ടെന്ന് ഞാൻ വീഡിയോസിൽ പറയാറുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, നല്ല മൂവ്മെൻറ്റ് മനസ്സിലാക്കാനാണ്. അപ്പോൾ നിങ്ങൾ നോക്കി ഈ 10-21 EMA സപ്പോർട്ട് ചെയ്താണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തത്. ആൻഡ് എന്ത് സംഭവിച്ചു? ഒരു 3-4 ദിവസം മുന്നേ ഈ 10-21 EMA ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് താഴെ വന്നു. ആൻഡ് അതിന് ശേഷമാണ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഈ പ്ലേയിലുണ്ട് എന്നുള്ളതാണ്. ഈ വീക്ക് ഹാൻഡ്സ്, അതായത് നമ്മളെപ്പോലെ സാധാരണ റീറ്റെയിലേഴ്സിനെ ഈ സ്റ്റോക്കിൽ നിന്ന് പുറത്താക്കിയ ശേഷം അവർ ഓർഡർ കളക്ട് ചെയ്ത് മുകളിലോട്ട് വീണ്ടും പോയി. സോ അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേ കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ EMA ഷേക്ക് ഔട്ട് എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുന്നത്. അതായത് EMA ബ്രേക്ക് ചെയ്ത് താഴെ വന്ന ശേഷം മുകളിലോട്ട് വീണ്ടും സ്റ്റോക്ക് പോയതിനാണ് ഞാൻ EMA ഷേക്ക് ഔട്ട് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് സെക്ടറാണ്, ഒരു IPO സ്റ്റോക്കാണ്. ആൻഡ് IPO ബേസ് ബ്രേക്കൗട്ടാണ് ഇവിടെ ഈ സ്റ്റോക്കിനെ കാത്തിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സ്റ്റോക്ക് ബ്രേക്കൗട്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു 3060 എന്ന റേഞ്ച് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 400 പോയിൻറ്റ്സ് അപ്പ്, 3458 ആൻഡ് 3751 ഈ 2 റേഞ്ചിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ടില്ലേ? ടെക്നിക്കലി നമ്മൾ പഠിച്ചു എന്താണ് ബേസ് ഉണ്ടാക്കിയാണ് ഈ സ്റ്റോക്ക് അപ്പ് പോയേക്കുന്നത്. ഒരു ബേസ് ഓൺ ബേസ് സെറ്റപ്പിലാണ് ഈ സ്റ്റോക്ക് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് EMA ഷേക്ക് 10-21 EMA ബ്രേക്ക് താഴെ വന്ന ശേഷം വീണ്ടും സ്റ്റോക്ക് ഒരു അപ്സൈഡ് വോളിയം കാണിക്കുകയാണ്. അതായത് ഒരു ബൈയിങ് പ്രഷർ സ്റ്റോക്കിൽ നിലവിൽ വീണ്ടും കാണിക്കുകയാണ്. ഒരു ബ്രേക്ക് ഡൗണിന് ശേഷവും വീണ്ടും ഒരു ബൈയിങ് പ്രഷർ കാണിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് തിരഞ്ഞെടുത്തത്. അപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക ആൻഡ് വാച്ച് ചെയ്യുക. ഈ സ്റ്റോക്കിൻ്റെ മുന്നത്തെ ഹൈസിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഇപ്പം നമ്മൾ പറയാമല്ലോ, ഒരു 2-3 ദിവസം ചിലപ്പോൾ ഈ സ്റ്റോക്ക് ഒരു ചെറിയ സെല്ലിംഗ് പ്രഷറോടെ ഒന്ന് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ തന്നെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത ശേഷം ചിലപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ടായിരിക്കും നടക്കാൻ സാധ്യത. അപ്പം നമുക്കറിയാം സോളാർ മോഡ്യൂൾ കമ്പനിയാണ്. അപ്പോൾ നല്ല സെക്ടറാണ്. ട്രേഡ് കിട്ടിയാൽ വളരെ നല്ല രീതിയിൽ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായി സ്റ്റോക്ക് ഉൾപ്പെടുത്തുക ആൻഡ് ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽപ്പെടുന്ന ഇതുപോലത്തുള്ള സ്റ്റോക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ചെറിയ കാര്യമാണ്, ഈ സ്റ്റോക്കിനെ മാത്രം പരിചയപ്പെടുത്തി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.